ചിലപ്പോ മറ്റൊരു വിവാഹമായി. ചേച്ചി കേൾക്കണ്ട. തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ജയസൂര്യ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അച്ഛനെ പടം നന്നായിട്ട് വന്നിട്ടുണ്ട്, സ്കെൽറ്റാണ്, നമുക്കൊന്ന് ഇരിക്കണം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് വലിയ പടമായിരിക്കും. ആദ്യത്തെ ആടും സെക്കൻഡ് ആടും പോലെ അല്ല, അതിനെക്കാട്ടിലും ഒരു ഭയങ്കര ബിഗ് ബഡ്ജറ്റ് ഒരു ബഡ്ജറ്റിലായിരിക്കും. ഇതോടെ ഇനിയില്ല. ആണോ? ആട് 3 നിർത്തും. അമ്മയുടെ ഓഫീസിന്റെ മുമ്പില്. അതെ, അമ്മ കുടുംബസംഗമമായതുകൊണ്ട് കുടുംബമുള്ള വരുത്. ഇപ്പൊ മണ്ഡലകാലം തുടങ്ങിയപ്പോഴേക്കും എന്റെ സ്പോട്ടിഫൈ ലിസ്റ്റ് ഒക്കെ വീണ്ടും മാളിയപ്പുറമായി. അപ്പൊ അതിന് എന്നൊരു വാല്യൂബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് മലയാളികൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കേട്ടിട്ട് എന്നെ പാട്ടിനാരെങ്കിലും 2025 പിങ്കിയുടെ ശല്യം പൂർണ്ണമായി ഇല്ലാതാകുമോ? ഗൗതമും നന്ദിയും സമാധാന ജീവിതം ആരംഭിക്കും. ഉണ്ണികൃഷ്ണൻ, ഞാൻ, ജോണി ആന്റണി, നിങ്ങൾ ഒരുമിച്ചാ പോയേ? ഞങ്ങൾ ഒരുമിച്ചാണ് അതിൽ അഭിനയിച്ചേക്കണത്. മണിച്ചേട്ടന്റെ പേരിലുള്ള പരിപാടി എല്ലാ വർഷവും നടത്തുന്ന പരിപാടി വളരെ ഭംഗിയായിട്ട് നമുക്ക് ആ സ്ഥലം മാത്രം കിട്ടിയാൽ മതി. ബാക്കി എല്ലാം നമ്മളാണ്. അറിഞ്ഞു തരുന്ന ആൾക്കാരുണ്ട്. അല്ലാണ്ട് ഞങ്ങള് 3-4 പേരുള്ളതിന് വേണ്ടി നടക്കാനായിട്ട് നല്ല രീതിയിൽ മണിച്ചേട്ടനോടുള്ള സ്നേഹം വെച്ച് സഹകരിച്ച് പാട്ടുപാടി ഡാൻസ് കളിച്ച് മിമിക്രി കാണിച്ച് ഒക്കെ അവരെ ഒന്ന് സന്തോഷപ്പെടുത്തി. അതാണ് നമുക്കും വേണ്ടത്. എനിക്ക് എപ്പോഴും ഒരു പിടച്ചിലെന്റെ മനസ്സിലുണ്ട്. ഈ ജീവജാലങ്ങൾക്ക് വിശക്കുന്നു എന്നുള്ളൊരു ചിന്തകൾ അത് മാനസികമാണോ എന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് മുറിവേൽക്കുന്നുണ്ട്. ഈ വഴിയിൽ നമ്മൾ നടന്നൊക്കെ പോകുമ്പോൾ രോഗികളായ ജീവജാലങ്ങളെയൊക്കെ കാണുമ്പോൾ, ഇങ്ങനെ ഇഴഞ്ഞു നടക്കുന്ന ചില ജീവികളെ കാണുമ്പോൾ നമ്മൾ വളരെയധികം സങ്കടപ്പെടും. കണ്ണിനാൽ നെഞ്ചിനകത്തായി അന്നൊരിക്കലമ്പ് നെയ്തതെന്ന് മഞ്ഞുമാസ പക്ഷി മണിത്തൂവൽ കൂടുണ്ടോ. അപ്പൊ ഇതാ നമ്മുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ന്യൂ ഇയറിൽ നമ്മുടെ കൂടെ ഇപ്പൊ ടിനിച്ചേട്ടനാണ്. ടിനിച്ചേട്ടാ, ഹാപ്പി ന്യൂ ഇയർ. എങ്ങനെയുണ്ടായിരുന്നു ന്യൂ ഇയർ? എന്ത് ചെയ്തു ഇന്നലെ രാത്രി? നമ്മളിപ്പോ നിൽക്കുന്നത് അമ്മയുടെ ഓഫീസിന്റെ മുമ്പില്. അതെ, അമ്മ കുടുംബസംഗമമായതുകൊണ്ട് കുടുംബമുള്ള വലുത്. അപ്പൊ ഏത് കുടുംബമാണ് വലുതെന്നുള്ളൊരു കാര്യമുണ്ട്. എന്തായാലും വീടിന് പ്രാധാന്യം നൽകി, ഇവിടെയും പ്രാധാന്യം നൽകി, ഇവിടെയും കൂടി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ന്യൂ ഇയർ ശരിക്കും അമ്മ ഓഫീസിലാണ്, ഇപ്പൊ വീട്ടിൽ ആഘോഷിച്ചു. ഇപ്പൊ ബാക്കി ഇവിടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്ലസ് അതിന്റെ കൂടെ 4-ാം തീയതി അമ്മയുടെ ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പൊ അതിന്റെ വേണ്ടിയിട്ടുള്ള റിഹേഴ്സൽ കാര്യങ്ങളെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഞങ്ങൾ ടിനിച്ചേട്ടനെ വിളിച്ചിറക്കി ഒന്ന് വിഷ് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുന്നത് തന്നെ. ഞങ്ങൾ അന്ന് വിഷുവിന് കൈനീട്ടം തന്നിട്ട് ഐശ്വര്യപൂർണ്ണമായി ആയിരുന്നല്ലോ അല്ലേ? അതെ, ഞാൻ വിചാരിച്ചു എക്സ്പ്രഷൻ കണ്ടപ്പോ ചെയ്യുന്നത് എന്നാണ്. അപ്പൊ എല്ലാ അർത്ഥത്തിലും ഈ ഒരു 2024 നല്ല രീതിയിൽ തന്നെ പോയി. ഏറ്റവും നല്ലതായിട്ട് ഓർത്ത് വെക്കുന്ന 2024 സമ്മാനിച്ച ഒരു കാര്യം എന്തായിരിക്കും ടിനിച്ചേട്ടന്? എനിക്ക് ജോഷ് സാറിന്റെ സിനിമയിൽ ഒരു വേഷം ചെയ്യാൻ സാധിച്ചതായിരിക്കും ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം. ആന്റണി എന്ന് പറഞ്ഞ സിനിമയില് അതാണ് ഒരു സന്തോഷമുള്ളത്. പിന്നെ പെരുങ്കളിയാട്ടം എന്ന് പറഞ്ഞൊരു സിനിമ ജയരാജ് സാറിന്റെയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാം അതൊക്കെ ഇനി 2025 റിലീസുള്ളൂ. ഒരു ആർട്ടിസ്റ്റിന് എപ്പോഴും നല്ല വേഷങ്ങൾ കിട്ടുമ്പോഴാണ് സന്തോഷം. മോശമായിട്ട് വന്നതോ? ഇനി ഒരിക്കലും അത് പറയണ്ട. കഴിഞ്ഞത് കഴിഞ്ഞു അല്ലേ? മോശം കാര്യങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയാ വേണ്ട. ഈ ഒരു ന്യൂ ഇയർ എല്ലാവിധ ഐശ്വര്യങ്ങളും കൊണ്ടു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഞങ്ങള് കൈവിശല വന്നിരിക്കുന്ന കുറച്ച് സമ്മാനങ്ങളുണ്ട്, ചെറിയ കുറച്ച് സമ്മാനങ്ങൾ, അതും കൂടെ തരട്ടെ. ടിനിച്ചേട്ടാ, കുട്ടികളൊക്കെ ഇപ്പൊ എന്ത് ചെയ്യണു? വലിയ കുട്ടികളായോ? ആനിമേഷൻ ഗ്രാഫിക്സ് പഠിച്ചോണ്ടിരിക്കുകയാണ്. ഓക്കെ, ഒരാളാണോ? രണ്ടുപേരും? ഓക്കെ. അപ്പം ആ മോന് ഉപകാരപ്പെടില്ല. പക്ഷെ കുടുംബത്തിൽ തന്നെ വേറെയും കുട്ടികൾ, ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ 12th വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഇന്റർവെൽ എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ഓൺലൈൻ ട്യൂഷൻ ആപ്ലിക്കേഷൻ ആണ്. ഇത് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ളതാണ് ഇവരുടെ ഒരു മോട്ടോ എന്ന് തന്നെ പറയുന്നത്. അപ്പം ഒരു 1-on-1 സെഷൻ ആയിരിക്കും. ഇൻഡിവിജ്വൽ ആയിട്ട് ആ കുട്ടികളുടെ കഴിവുകൾ മനസ്സിലാക്കി അവർ എന്തിലാണ് അല്ലെങ്കിൽ വീക്ക് എന്നുള്ളതൊക്കെ കറക്റ്റ് മനസ്സിലാക്കി അനലൈസ് ചെയ്തിട്ടാണ് ഇവർ ആ കുട്ടീനെ കംപ്ലീറ്റ് ആയിട്ട് മോൾഡ് ചെയ്തെടുക്കുക. അങ്ങനെയുള്ള ഏറ്റവും നല്ലൊരു ഇപ്പം കേരളത്തിൽ അതെ ഉപകാരപ്പെടട്ടെ. അപ്പൊ ഇന്ത്യയിലെ തന്നെ ദ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. എഡ്യൂക്കേഷൻ ടെക്നോളജിയിൽ വരുന്ന ഒന്നാണ് ഈ ഇന്റർവെൽ എന്ന് പറയുന്നത്. കേരളത്തിലെ ഫസ്റ്റ് ആണ് ഇവരെയാണ് നമ്മുടെ ഫിൻലൻഡ് ഗവൺമെന്റ് ഒക്കെ അപ്രൂവ് ചെയ്തിരിക്കുന്നത്. അങ്ങോട്ട് ഇവരെ ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ്, അവിടുത്തെ കുട്ടികളെയും കൂടെ കൊടുക്കാൻ, ട്രെയിനിങ് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇന്റർവെലിന്റെ നല്ലൊരു ന്യൂ ഇയർ ഗിഫ്റ്റ് ആണ് ടിനിച്ചേട്ടനുള്ളത്. ഒരു കോർപ്പറേറ്റ് രീതിയിലുള്ള ഒരു ഗിഫ്റ്റ് ആണ്. പെന്ന്, ഡയറി,
ഓപ്പണർ ഉണ്ട്, കീ ചെയിൻ, ഫ്ലാസ്ക് ഉണ്ട്. ഓപ്പണർ എന്തിനാണ് പിള്ളേർക്ക്? അത് നിങ്ങൾക്ക് വലിയവർക്ക്, അച്ഛന്മാരെ ഉദ്ദേശിച്ചിട്ടാണ്, എല്ലാരെയും കൂടെ കേറ്റർ ചെയ്തിട്ടാണ് ഇത് ഉദ്ദേശിച്ചത്. ഫാമിലിക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ. അപ്പൊ ഇത് ടിനിച്ചേട്ടൻ ഇന്റർവെലിന്റെ വക നല്ലൊരു ന്യൂ ഇയർ ഗിഫ്റ്റ്. ആ ഇത് കുട്ടികൾക്ക് തന്നെയുള്ള ടിനിച്ചേട്ടാ ഇന്റർവെലിന്റെ തന്നെ കുറെ സ്റ്റിക്കേഴ്സ് ആണ്. ഇതൊക്കെ വീട്ടിലെ കുടുംബത്തിലുള്ള ബാക്കി കുഞ്ഞു കുട്ടികൾക്ക്. ഇപ്പൊ ടിനിച്ചേട്ടന്റെ മോന്റെ പ്രായമൊക്കെ കഴിഞ്ഞു. ഈ കമ്പനി ടൈനി ടോം എന്ന് കേട്ടപ്പോ ടൈനി ടോം ഏതോ കുഞ്ഞു കൊച്ചാണെന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. സ്റ്റിക്കർ സാർ നമുക്ക് കുടുംബത്തിലെ കുറെ കുട്ടികളില്ലേ അവർക്ക് കൊടുക്കാം. ഇതാ ഇന്റർവെലിന്റെ നല്ലൊരു കാലണ്ടർ, 25ന്റെ ഒരു കാലണ്ടർ അതുണ്ട്. ഇതും അതെ ലേബലാണ്, സ്റ്റിക്കേഴ്സ് കുട്ടികൾക്ക് സ്കൂളിൽ ഒട്ടിക്കാൻ. ഇതൊക്കെ അപ്പം വീട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ മാറിപ്പോയത് ആള് മാറിപ്പോയി. എല്ലാ കുടുംബത്തിലും ഇല്ല ടിനിച്ചേട്ടാ ചെറിയ കുട്ടികളൊക്കെ, അപ്പൊ അവർക്ക് ഉപകാരപ്പെടാമല്ലോ. അതാണ്. ഫീഡിംഗ് ബോട്ടിലുണ്ടോ? അതില്ല, ഫീഡിംഗ് ബോട്ടിലില്ല. നമ്മൾ എഡ്യൂക്കേഷൻ ടെക്നോളജി ഇതാണല്ലോ, അപ്പം ആ രീതിയിലുള്ള ബുക്സ് റിലേറ്റഡ്, അക്കാഡമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇന്റർവെൽസ് തരിക. ഇനി ഇതൊന്ന് വാങ്ങിക്കാമോ? ഞാൻ അടുത്ത ഗിഫ്റ്റ് കൊടുക്കട്ടെ. ഇനി അടുത്ത നമ്മുടെ എല്ലാ ആഘോഷത്തിനും നമ്മുടെ കൂടെയുള്ള മധുരം നല്ലൊരു സ്വീറ്റ് തരികയാണ്. മിൻലാൻഡിന്റെ സ്വീറ്റ്സ് ആണ് ഇത്. കോക്കനട്ടിന്റെ ഫ്ലേവേഴ്സ് ഒക്കെ, മിഠായി ചോക്ലേറ്റ്സ് ഒക്കെ ഇഷ്ടമാണോ? കോക്കനട്ട് ഫ്ലേവർ വരുന്നത്. ഇതെല്ലാം കോക്കനട്ട് ഫ്ലേവേഴ്സ് ആണ് ഇവരുടെ. കോക്കനട്ടും പീനട്ടും കൂടെ ഉള്ളത്, ദെൻ കോക്കനട്ടും സെസമിയും കൂടെ, എള്ള്, ദെൻ കോക്കനട്ട് തനിയെ. ഇതൊക്കെയാണ് ഇവരുടെ ഫുഡ് പ്രോഡക്ട്സ്. എല്ലാം ഹെൽത്തി ആയിട്ടുള്ള ഒരു എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് എല്ലാവരും ക്ഷീണിച്ചിരിക്കുന്നു. അല്ല, ഡിസ്കഷൻസ് ആണോ? ഓക്കെ, അപ്പൊ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്തിട്ട് ഇത് കഴിക്കാം, മിൻലാൻഡിന്റെ സ്വീറ്റ്സ്. ഒപ്പം ഈ മിൻലാൻഡിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് പ്രോഡക്റ്റ് ആണ് ഡേറ്റ്സ് കോക്കനട്ട് ബാർ. സൗദിയിലൊക്കെ ചേട്ടൻ എപ്പോഴും പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ അവിടെ ഒരു ഡേറ്റ്സ് ബാർ കിട്ടും. അതൊരു പക്ഷെ കഴിച്ചിട്ടുണ്ടാവും. ആ ഡേറ്റ്സ് ബാറിൽ നമ്മുടെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിട്ട് അതിൽ കോക്കനട്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഇത് കംപ്ലീറ്റ്ലി ഹെൽത്തി ആയിട്ട് കോക്കനട്ട് ഇതേ കണ്ടുള്ളൂ, ഇത് കണ്ടില്ല അല്ലേ? ബാർ മാത്രം കണ്ടു. അങ്ങനെ ഹെൽത്തി ആയിട്ട് ഗീയും ഡേറ്റ്സും കോക്കനട്ടും കൂടെ ചെയ്തിട്ടുള്ള നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബാർ. ഇതാണ് ഇവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് പ്രോഡക്റ്റ്. ഈ ഒരു സംഭവം ഇവര് മാത്രമാണ് നമ്മുടെ നാട്ടിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവരുടെ വക ഈ ഒരു ഗിഫ്റ്റും കൂടെ, മിൻലാൻഡിന്റെ ഗിഫ്റ്റും ഞാൻ സമ്മാനിക്കുന്നു. ഒപ്പം നമുക്ക് ഈ ഡേറ്റ്സ് കോക്കനട്ട് ബാറിന്റെ ടേസ്റ്റ് അത് ഞാൻ ടിനിച്ചേട്ടന് ഒന്ന്, ന്യൂ ഇയർ അല്ലേ, നമുക്കൊന്ന് വിഷയം. ഹാപ്പി ന്യൂ ഇയർ. ഇഷ്ടപ്പെട്ടോ? അപ്പൊ അത് വെച്ചോ. വേണ്ട, തിരിച്ചറിയണ്ട, ഇത് ഞാൻ കവർ ചെയ്ത് അങ്ങ് തരാനാണ്. ഇല്ല, അത് വെച്ചോ. അപ്പൊ ആ ഗിഫ്റ്റും കൊടുത്തു. ഇനി ഒരേ ഒരു കാര്യം കൂടിയുണ്ട്. IBS പ്രസൻസ് ന്യൂ ഇയർ ഗുരുജി. IBS എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് സ്റ്റഡീസ് ആണ്. ബാങ്ക് മോന് ഇപ്പം ആനിമേഷൻ ആണ് താല്പര്യം അല്ലേ? ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവർക്ക് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് IBS. ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള കോച്ചിങ്. ലോൺ അടച്ചിട്ട് പോയി കഴിഞ്ഞാൽ അവരെ പിടിക്കാനുള്ള ഒരു ഏജൻസ് ഉണ്ട്, അവർക്കുള്ള ട്രെയിനിങ് IBS കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബാങ്കിൽ ഓൾറെഡി നിലവിൽ ഇപ്പം ക്ലറിക്കലായിട്ട് മാനേജർ പോസ്റ്റിൽ ഇരിക്കുന്നവർക്ക് കരിയർ ഗ്രോത്ത് വേണമെങ്കിൽ അതിനുള്ള ട്രെയിനിങ്. പിന്നെ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഇൻകം ടാക്സ്, സെൻട്രൽ എക്സൈസ്, ആ ഓഫീസിലേക്കൊക്കെ വേണ്ട ട്രെയിനിങ് എല്ലാം ഇതൊക്കെ പഠിച്ച് അരച്ച് പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാണ് IBS കൊടുക്കുന്നത്. SSCക്കും ബാങ്കിങ് സ്റ്റഡീസിനുള്ള ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അവര് തന്നിരിക്കുന്ന ഒന്നാണ് ന്യൂ ഇയർ ഗുരുജി. ഇപ്പൊ ടിനിച്ചേട്ടൻ ഊതണ്ട ഇത് തനിയെ ഇത് കാറ്റത്ത് വന്നത് കെട്ടുപോയി. അപ്പൊ ക്യാൻഡിൽ എന്തായാലും ഞാൻ മാറ്റാം. ഇതിനകത്ത് ഗുരുജി എന്തൊക്കെയോ ടിനിച്ചേട്ടന്റെ അടുത്ത് പറയാൻ എന്തോ ഒരു സംഭവം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. എന്താണെന്ന് ടിനിച്ചേട്ടൻ ഒന്ന് വായിച്ചിട്ട് പറയണം. ഇതിനുള്ളിൽ എന്തോ എഴുതിയിട്ടുണ്ട്. ഒരുപാട് നാളായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ 2025 ടിനി ടോം സർപ്രൈസ് ആയി കണ്ടുമുട്ടും. ഗുരുജി ടിനിച്ചേട്ടനെ കണ്ടുമുട്ടും എന്നാണ് പറയേണ്ടത്. ഈ ഗുരുജിയെ ആരാന്നറിയില്ല. അപ്പൊ ഈ ഗുരുജി അപ്പൊ ടിനിച്ചേട്ടനെ തപ്പി എത്തിക്കോളും. നമുക്ക് നോക്കാം, ടിനിച്ചേട്ടൻ എവിടെയെങ്കിലും പോകുമ്പോൾ എവിടെയെങ്കിലും വന്ന് എത്തും ന്യൂ ഇയർ ഗുരുജി. അപ്പൊ ഇത് ഓർത്ത് വെച്ചാൽ മതി, ന്യൂ ഇയർ ഗുരുജി എവിടെ വന്ന് കണ്ടുമുട്ടും. അപ്പൊ എന്തായാലും ഞങ്ങളുടെ സമ്മാനങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ വിഷിംഗ് ഓൾ ദി ബെസ്റ്റ്, ഹാപ്പി ന്യൂ ഇയർ. നിങ്ങളുടെ ഡിസ്കഷൻ നടക്കട്ടെ. അതിനിടയിൽ നിന്ന് ടിനിച്ചേട്ടൻ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ക്യാരി ഓൺ കേട്ടോ. അപ്പൊ നമ്മൾ വീണ്ടും ഇനി അടുത്ത ഗിഫ്റ്റ് ആയിട്ട് ഓണത്തിനും വിഷുവിനും ഒക്കെ ആയിട്ട് ഞങ്ങൾ പയ്യെ പുറകെ വീട്ടിലേക്ക് എത്താം. ശരി ടിനി ചേട്ടാ, താങ്ക് യു. അപ്പം ദാ ന്യൂ ഇയർ ആയിട്ട് നമ്മൾ നമ്മുടെ സ്വന്തം ധർമ്മജൻ ചേട്ടന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ചേട്ടാ ഹാപ്പി ന്യൂ ഇയർ. ഇടക്കിടക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണോ? അങ്ങനെയൊക്കെ പറയല്ലേ? ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരണം എന്നല്ലേ ഉദ്ദേശിച്ചത് അല്ലേ? ഇടയ്ക്കിടയ്ക്ക് ഏകദേശം ഒന്ന് എല്ലാ ഒരു ഫെസ്റ്റിവലിനും ഒക്കെ നമ്മളൊന്ന് വന്ന ഒരു വിഷു എടുത്തു കഴിഞ്ഞാൽ സന്തോഷമായി. രമ്യ വീണ്ടും വരുന്നു എന്ന് പറഞ്ഞപ്പോ
കുറച്ചാൾ മുമ്പ് ഒന്ന് പോയല്ലേ ഉള്ളൂ. പിന്നെ മുന്നേ എന്തിനാണ് ഞാൻ കാശൊന്നും കടം മേടിച്ചിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചു. നിങ്ങൾ ന്യൂ ഇയർ വിഷ് ചെയ്യാൻ തന്നെയാണെന്ന് പറഞ്ഞത്. എനിക്ക് സന്തോഷം. ആദ്യമായിട്ടാണ് ന്യൂ ഇയർ വിഷ് ചെയ്യാനായിട്ട് ആദ്യമായിട്ടാണ് ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. അപ്പൊ എന്ത് ചെയ്തു ഇന്നലെ രാത്രി? നിങ്ങൾ എങ്ങനെയാ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്തേ? ധർമ്മചേട്ടൻ വീട്ടിലായിരുന്നോ? ഇല്ല, നമ്മള് ഈ മാത്തോമസമല്ലേ ഇതൊക്കെ ചെയ്ത് കാരണം നമ്മള് അങ്ങനെയായിരുന്നു. പിന്നെ എൻ്റെ കൂട്ടുകാരൻ്റെ അമ്മയുടെ ഒരു ആണ്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ ആഘോഷ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ വീട്ടിൽ തന്നെയായിരുന്നു അതോ ഫ്രണ്ട്സിന്റെ കൂടെ ഇരുന്നോ? ഇല്ല, ഇനി നമുക്കുള്ള പരിപാടി എന്ന് പറഞ്ഞാല് ഇന്ന് 1-ാം തീയതി എല്ലാ പ്രാവശ്യവും കലാഭവൻ മണിയുടെ ബർത്ത്ഡേ ആണല്ലോ. ഞങ്ങളെല്ലാം ഏതെങ്കിലും ഒരു സ്ഥാപനങ്ങളിൽ ഫുഡ് കൊടുക്കലും പരിപാടികളും കലാപരിപാടികളൊക്കെ ആയിട്ട് ഒരു രാവിലെ 11 മണിക്ക് തുടങ്ങും. ഒരു 4 മണി വരെയൊക്കെ ഇങ്ങനെ ഏതെങ്കിലും ആർട്ടിസ്റ്റുകളൊക്കെ ഇങ്ങനെ വന്ന് കലാപരിപാടികൾ അവതരിപ്പിച്ച് പോകും. ഇടയ്ക്കൊരു ബ്രേക്ക് ഇടും, അവർക്ക് ഫുഡൊക്കെ കൊടുക്കും. ഏതെങ്കിലും ഒരു അനാഥാലയത്തിൽ ഡിസേബിൾ ആയിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് നമ്മൾ എല്ലാ പ്രാവശ്യവും ചെയ്യാറുള്ളതാണ്. ഈ പ്രാവശ്യം ഞാൻ ഏറ്റെടുത്തേക്കണ പരിപാടിയാണ്. കഴിഞ്ഞ പ്രാവശ്യം പള്ളുരുത്തിയിലായിരുന്നു, അതിനു മുമ്പ് UC കോളേജിന്റെ അവിടെ ആയിരുന്നു, അതിനു മുമ്പ് കോതമംഗലത്തായിരുന്നു. അങ്ങനെയാണ് ഈ പ്രാവശ്യം ഞാൻ ഏറ്റെടുത്തിട്ട് ഈ പ്രാവശ്യം എന്റെ ഏരിയയിൽ നടത്താന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇന്ന് ഫുൾ അതിന്റെ തിരക്കിലാണ് ഇനി അല്ലേ? തിരക്കൊന്നുമില്ല, അവിടെ ഉണ്ടാവണ്ടേ? അവിടെ പോയി ഏൽപ്പിച്ചു. അതിന്റെ ഇടയിൽ റെനി ഹോസ്പിറ്റലിൽ പോയി മുച്ചിച്ചിറ കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് അവിടെ പോയി. പ്രതിപക്ഷ നേതാവും MP ഒരു DCC പ്രസിഡന്റും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ ഒരു ചെറിയ പ്രസ് മീറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. മാഡം ഇപ്പൊ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയല്ലേ? ഇപ്പൊ കയ്യിലൊക്കെ പിടിച്ച് നമർത്താനൊക്കെ തുടങ്ങി. മക്കള് രണ്ടുപേരും മാത്രമേ ഉള്ളിലേക്ക് കയറ്റിയുള്ളൂ. അത് ലെൻസിൽ ഇത്തിരി പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ പക്ഷെ ന്യൂസിൽ കണ്ടു ലങ്സ് കുറച്ച് നല്ല രീതിയിൽ ഇപ്പൊ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഡോക്ടറെ കയറി കണ്ടു. നമ്മൾ ഭയങ്കര അടുത്ത സൗഹൃദമുള്ള. ഇനി ഞങ്ങൾ കൊണ്ടുവന്ന സമ്മാനം തരാം കേട്ടോ. ഫസ്റ്റ് സമ്മാനം. ഇവിടെ കുട്ടികളൊക്കെ എവിടെ? ആളുടെ അനക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. അവര് ഹോളിഡേ ആയിട്ട് TV കണ്ടോണ്ടിരിക്കുകയായിരിക്കും. ഹോളിഡേ ഒന്നുമല്ല, അടുത്തുണ്ട്. ആണോ? പിന്നെ ക്ലാസ്സുള്ള ദിവസങ്ങളിൽ ആണോ? 1-ാം തീയതി മിക്കയിടത്തും ഹോളിഡേ ആണല്ലോ. കുറെ സ്കൂൾസിനൊക്കെ ഹോളിഡേ ഉണ്ട്. അവർക്ക് സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പൊ അങ്ങനെ പോയിരിക്കാണ്. കുട്ടികൾക്ക് പഠിക്കാനൊക്കെ എങ്ങനെയുണ്ട് രണ്ടുപേരും? ആവറേജ് ആണ്. ആണോ? ട്യൂഷൻ ഒക്കെ ഉണ്ടോ അവർക്ക്? ഓൾറെഡി ഓൺലൈൻ ട്യൂഷൻ ഉണ്ട്. ഓക്കെ. ഇതും അങ്ങനത്തെ ഒരു ഓൺലൈൻ ട്യൂഷന്റെ ഒരു ആപ്പാണ് ഇന്റർവെൽ എന്ന് പറഞ്ഞത്. ഒരു നമ്മുടെ കോർപ്പറേറ്റ് ഓഫീസിലൊക്കെ കൊടുക്കണ പോലത്തെ ഒരു ഗിഫ്റ്റ് ആണ്. ഇതിനകത്തെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ധർമ്മജൻ എടുക്കാൻ പറ്റും. പെന്നുണ്ട്, കീ ചെയിൻ ഉണ്ട്, ഡയറി ഉണ്ട്, ഫ്ലാസ്ക് ഉണ്ട്, വെള്ളം ബോട്ടില്. യെസ്, അങ്ങനെ അടിപൊളി. നല്ല വലിയൊരു ബോട്ടിൽ ഓപ്പണർ ആണ്. അതുകൊണ്ട് ഇത് നല്ലൊരു ഡയറി. അങ്ങനെ ഇതാണ് ഗിഫ്റ്റ്. അപ്പൊ ഇനി അവർക്ക് ആവശ്യം വരുവാണെങ്കിൽ ഈ പേര് ഓർത്തോണം, ഇന്റർവെൽ. ഓക്കെ. ഇനി അടുത്ത ഗിഫ്റ്റ് തരാം. ഇത് ഇന്റർവെലിന്റെ തന്നെ പുതിയ ഈ വർഷത്തെ കാലണ്ടർ കിട്ടി കാണുമല്ലോ ഓൾറെഡി. എന്നാലും മറ്റൊരു കാലണ്ടറും കൂടെ 25-ന്റെ. അല്ല, ഈ കാലണ്ടറിന്റെ ഒരു നല്ല ഭംഗിയുണ്ട്. കാരണം എന്താ വെച്ചാല് മറ്റേത് കുറേ സംഭവങ്ങൾ എഴുതി വെച്ചിട്ട് നമുക്ക് ഇതാകുമ്പോൾ റൗണ്ട് ഇട്ടിട്ട് നമുക്ക് പ്രോഗ്രാം എഴുതി വെക്കാം. നല്ല വൈറ്റ്നെസ് റൗണ്ട് ചെയ്തിട്ടിട്ട് ഇത് അപ്പൊ നമുക്കൊരു ഡയറിയിൽ എഴുതിയിട്ടാൽ ഇവിടെ ഒരു റൗണ്ട് ഇട്ടാൽ അതെന്താണെന്ന് നോക്കാം. വൃത്തിയുള്ളൊരു കാലണ്ടർ. ഓക്കെ, സന്തോഷമായി. അപ്പൊ ധർമ്മചേട്ടൻ നല്ലൊരു കാലണ്ടർ ഇന്റർവെലിന്റെ വക. ഇനി മറ്റൊരു സമ്മാനം. ഇനി ധർമ്മചേട്ടാ, നമ്മുടെ എല്ലാ ആഘോഷങ്ങളും എന്ന് പറയുമ്പോൾ നമുക്ക് മധുരം അതിന്റെ ഒരു ഭാഗമാണ് അല്ലേ? നമ്മുടെ അതെന്ത് ചെറുതാണേലും വലുതാണേലും നമ്മുടെ സന്തോഷങ്ങളിൽ നമ്മൾ മധുരം എപ്പോഴും പങ്കിടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മിൻലാൻഡിന്റെ സ്വീറ്റ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. മിൻലാൻഡ് എന്ന് പറയുന്നത് ധർമ്മചേട്ടനൊക്കെ സൗദിയിലും പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട് ഒരുപാട് അറബിക് രാജ്യങ്ങളിലൊക്കെ പോകുന്നുണ്ട്. അവിടെയൊക്കെ വളരെ കോമൺ ആയിട്ട് ഡേറ്റ്സിന്റെ ഒരു ബാറൊക്കെ നമുക്ക് കിട്ടും. ആ സെയിം ഡേറ്റ്സിന്റെ ബാർ ഫസ്റ്റ് ടൈം ആണ് നമ്മുടെ നാട്ടില് അവർ ആ ഡേറ്റ്സിന്റെ ബാർ നമ്മുടെ നാട്ടുകാരുടെ രുചിക്കും കൂടെ ഇഷ്ടപ്പെട്ടിട്ട് അതിൽ കോക്കനട്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഡേറ്റ്സ് കോക്കനട്ട് ബാർ എന്ന് പറഞ്ഞിട്ടാണ്. ഇതാണ് ഈ കമ്പനിയുടെ ഏറ്റവും പുതിയ പ്രോഡക്റ്റ്. ഇത് നമ്മുടെ ഇവിടെ അവർക്ക് അങ്ങനെ ഷോപ്പായിട്ട് ഉണ്ട്, എല്ലായിടത്തും അവൈലബിൾ ആണ്. നമ്മുടെ ഇവിടുത്തെ എല്ലാ മാർക്കറ്റ്സിലും കിട്ടും. ഇതാണ് അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് പ്രോഡക്റ്റ്, ഡേറ്റ്സ് കോക്കനട്ട് ബാർ എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ഈ വർഷം ഇപ്പൊ ഓൾറെഡി കമ്മിറ്റ് ചെയ്തിരിക്കുന്ന മൂവീസ് ഏതൊക്കെ, ഇനി വരാൻ പോകുന്ന റിലീസസ് കാര്യങ്ങള്? എനിക്ക് ഭയങ്കര ത്രില്ലായിട്ട് തോന്നുന്നതായിട്ടുള്ള 3-4 പടം ഇറങ്ങാറുണ്ട്. ഓക്കെ. തുടങ്ങാനിരിക്കുന്ന പടം എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പടം, ആട് 3.
എന്നത്തേക്കാ റിലീസൊക്കെ? റിലീസല്ല, ആ. അതിന്റെ ഷൂട്ടിംഗ് ആണ് ത്രില്ലടിപ്പിച്ചിരിക്കുന്നത്. ജയസൂര്യ തുടങ്ങിയോ? ഇല്ല കഴിഞ്ഞ തുടങ്ങാൻ കുറച്ച് പോകുന്നേ ദിവസം മുമ്പ് ജയസൂര്യ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓ അച്ഛനെ പടം നന്നായിട്ട് വന്നിട്ടുണ്ട്, ഉം. നല്ല സ്കെൽറ്ററാണ്, നമുക്കൊന്ന് ഇരിക്കണം ഉം. എന്ന് പറഞ്ഞിരുന്നുണ്ട്. അപ്പൊ അത് വലിയ പടമായിരിക്കും. അതെ, ആദ്യത്തെ ആടും സെക്കൻഡ് ആടും പോലെ അല്ല, അതിനെക്കാട്ടിലും ഒരു ഭയങ്കര വലിയ ബിഗ് ബഡ്ജറ്റ് ഒരു ബഡ്ജറ്റിലായിരിക്കുള്ളൂ. ഓ അടുത്ത റിലീസാ. ഓക്കെ, അതാണ് അപ്പൊ ഒരു നല്ല പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പ്രൊജക്ട്. ഇത് IBS പ്രസൻസ് ന്യൂ ഇയർ ഗുരുജി. ഇതിനകത്ത് നമ്മുടെ ഒരു ന്യൂ ഇയർ ഗുരുജി ഇതിൽ എന്തോ ഒരു കാര്യം ധർമ്മൻ ചേട്ടനോട് പറയുകയാണോ ചോദിക്കുകയാണോ, എന്തോ ഒന്ന് ഇതിൽ എഴുതി വിട്ടിട്ടുണ്ട്, എന്തോ ഒരു മെസ്സേജ് ഉണ്ട് ഈ പേപ്പറിനുള്ളിൽ. അതെന്താണ് എന്ന് നമുക്ക് നോക്കാം. എന്നിട്ടാണ് എന്താണ് ഗുരുജി പറഞ്ഞതെന്ന് ധർമ്മൻ ചേട്ടൻ ഞങ്ങളോട് പറയണം. ഫസ്റ്റ് ക്യാൻഡിൽ ഒന്ന് ഊതിക്കോളൂ. ക്യാൻഡിൽ ഊതിക്കും. യെസ്. എന്നിട്ട് ഞാൻ ക്യാൻഡിൽ മാറ്റാം. ഗുരുജി എന്താണ് ധർമ്മൻ ചേട്ടന്റെ അടുത്ത് എന്താ പറയണേ? എന്താണ് കുഴപ്പിക്കുന്ന വല്ലതും ഉണ്ടോ? ഇല്ല, ഞാൻ പറയണോ? പറയണം, ഞങ്ങൾക്ക് പറയണം. 2024 വീണ്ടും വിവാഹം. 2025 ധർമ്മജൻ ബോൾഗാട്ടിയുടെ ജീവിതത്തിൽ മറ്റൊരു മഹാത്ഭുതം കാത്തിരിക്കുന്നു. ഓ, അപ്പൊ അത്ഭുതം എന്ന് പറയുന്നത് ആട് 3 ആയിരിക്കും. ആട് 3-യിലൂടെ അല്ലെ വേറെ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റിലൂടെയോ? അല്ല, ചിലപ്പോ മറ്റൊരു വിവാഹമായിരിക്കും. അയ്യോ ചേച്ചി കേൾക്കണ്ട. ചേച്ചി പാവം കിച്ചണിലാ, കേട്ടില്ല. കേട്ടിരുന്നെങ്കിൽ ചേച്ചി പറഞ്ഞ എന്നെ അല്ലാതെ ധർമ്മജൻ 2024 വീണ്ടും വിവാഹം. 2025 എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോ വേറെ വിവാഹത്തെ പറ്റി ആലോചിക്കണമൊന്നുമില്ല. 2024 വലിയ കുഴപ്പമില്ലാതെ പോയി. ഞാൻ പറഞ്ഞ നഷ്ടങ്ങളുടെ കണക്കുകൾ മാറ്റിവെച്ചാൽ വലിയ കുഴപ്പമില്ലാതെ തട്ടുകേടില്ലാതെ പോയ ഒരു വർഷമാണ്. ഇനി ഇത് ഇന്റർവെലിന്റെ തന്നെ കുട്ടികൾക്ക് ഇനി ബുക്കിലൊക്കെ ഒട്ടിക്കാം. ലേപ്പിൾസ് ആണ്, ഇന്റർവെലിന്റെ തന്നെ ലേപ്പിൾസ് ആണ്. ഇതും മറ്റൊരു ഗിഫ്റ്റ്, ന്യൂ ഇയർ ഗിഫ്റ്റ്. അപ്പൊ ഞങ്ങളുടെ കയ്യിലെ സമ്മാനങ്ങളെല്ലാം കഴിഞ്ഞു. ഇത്രയൊക്കെ സമ്മാനങ്ങളാണ് പുതുവർഷത്തിൽ. ഒരുപാടായി. അതെ, പുതുവർഷത്തിൽ സമ്മാനമായിട്ട് പുതുവർഷത്തിൽ ആരും വന്നിട്ടില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു വർഷം ഞങ്ങൾ ശരിക്കും പ്രാർത്ഥിക്കും ധർമ്മജൻ ചേട്ടന് ഒരുപാട് നല്ലതുണ്ടാവട്ടെ. ഞങ്ങളുടെ ശരിക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ അല്ലെ ഹൃദയത്തിൽ നിന്നും ഞങ്ങൾ വിഷ് ചെയ്യാണ്. വിഷിംഗ് ഓൾ ദ ബെസ്റ്റ് ധർമ്മൻ ചേട്ടാ. സൂപ്പർ ആയിട്ട് പോട്ടെ 2025. നല്ല എല്ലാവർക്കും, രമ്യക്കും ക്രൂവിനും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. അപ്പോൾ നമ്മൾ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ഇന്ന് ന്യൂ ഇയർ ആയിക്കൊണ്ട് നിങ്ങൾ ഇപ്പൊ തന്നെ കണ്ടില്ലേ, നമ്മൾ കുറേ നമ്മുടെ പ്രിയപ്പെട്ട സെലിബ്രിറ്റീസിന്റെ വീട്ടിലേക്ക് പോയി. ഇനിയും നമുക്ക് ഒരുപാട് പേരുടെ അടുത്ത് പോകാനുണ്ട്. ഇപ്പൊ ദേ നമ്മൾ നിൽക്കുന്നത് രഞ്ജിൻ രാജിന്റെ ഫ്ലാറ്റിലാണ്. രഞ്ജിനും രഞ്ജിന്റെ വൈഫ് ബ്യൂട്ടിഫുൾ താര. യെസ് താര, ഹാപ്പി ന്യൂ ഇയർ. യെസ്, ഹാപ്പി ന്യൂ ഇയർ രഞ്ജിൻ. നിങ്ങൾ എങ്ങനെയായിരുന്നു ഇവിടെ ഫ്ലാറ്റിൽ തന്നെയാണോ സെലിബ്രേറ്റ് ചെയ്തത്, അതോ വിത്ത് ഫ്രണ്ട്സ് ആയിരുന്നോ? അല്ലല്ല, ഇന്നലെ ആദ്യമേ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ മാത്രം മതി, അധികം ആൾക്കാരൊന്നും വേണ്ട. താരയുടെ ഒരു കസിൻ മാത്രം ഞങ്ങളുടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന അവസ്ഥ കണ്ടിട്ട് ജോയിൻ ചെയ്തു. അപ്പൊ നിങ്ങൾ ഫ്ലാറ്റിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ഓക്കെ, ഇനി ന്യൂ ഇയറിന് നിങ്ങൾക്ക് അടുത്ത ഗിഫ്റ്റ് തരാൻ പോകുന്നത് മിൻലാൻഡ് പ്രോഡക്ട്സിന്റെ ഒരു ഗിഫ്റ്റ് ആണ്. മിൻലാൻഡ് സ്വീറ്റ്സ് ആണ്. ഇവരുടെ ഫസ്റ്റ് ആണ് നമ്മുടെ ഈ നാട്ടിൽ ലോഞ്ച് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റ് ആണ് ഡേറ്റ്സ് കോക്കനട്ട് ബാർ. നിങ്ങൾക്ക് ഡേറ്റ്സ് ഇഷ്ടമാണോ? കോക്കനട്ട് ഫ്ലേവർ ഇഷ്ടമാണല്ലോ. അപ്പൊ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബാർ ആണ്. ഗീ ഒക്കെ വെച്ച് തന്നെ മിക്സ് ചെയ്തിരിക്കുന്ന, എക്സ്ട്രാ ഷുഗർ ഒന്നും ഇവർ ആഡ് ചെയ്തിട്ടില്ല. ഡേറ്റ്സിന്റെ ആ ഒരു ഇതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബാർ. നമ്മുടെ പുറത്ത് സൗദിയിലും അറബ് രാജ്യങ്ങളിലൊക്കെ ഡേറ്റ്സ് ബാർ യൂഷ്വലി സാധാരണ നമുക്ക് എല്ലാവരും ട്രാവൽ ചെയ്യുന്നവർക്കൊക്കെ അറിയാം, അത് കഴിച്ചിട്ടുണ്ടാവും. അതിൽ നമ്മുടെ കോക്കനട്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഇവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഇപ്പൊ നമ്മുടെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് 25 രഞ്ജിൻ താരയ്ക്ക് കൊടുത്തേ. അങ്ങനെ കൊടുക്കല, ബൈറ്റ് ഇത് ഓപ്പൺ ചെയ്യാം. അങ്ങനെ വേണ്ട, പൊട്ടിച്ചിട്ട് ഒരു ബൈറ്റ് കൊടുക്കും. യെസ്, 2025 രഞ്ജിൻ താരയ്ക്ക് ഫസ്റ്റ് സ്വീറ്റ്. യെസ്, ഇനി തിരിച്ചു താര കൊടുക്ക. എല്ലാവിധ വിശ്വസും രഞ്ജിനും. ഇഷ്ടപ്പെട്ടോ? ഇനി ഇവരുടെ ഇനിയും പ്രോഡക്ട്സ് ഉണ്ട്, ഇനിയും ഉണ്ട് ഇവരുടെ സ്വീറ്റ്സ്. ഇഷ്ടപ്പെട്ടു? എന്നാ ഇത് വാങ്ങിച്ചോളൂ. ഇത് അവരുടെ ഡേറ്റ് കോക്കനട്ട് ബാർ. ഇനി അവരുടെ ഇത് തന്നെ കോക്കനട്ടും പീനട്ടും കൂടെ ഉള്ളതാണ് ഈ മിക്സ്. ഇത് കോക്കനട്ട് തനിയെ പ്ലെയിൻ കോക്കനട്ട്, പിന്നെ ഇതൊന്ന് കോക്കനട്ടും സെസമി. ഓക്കെ, അങ്ങനെ ഇത്. അപ്പൊ ഇതൊക്കെ മിൻലാൻഡിന്റെ ഡെസേർട്സ് ആണ്. ഓക്കെ, ഇനി ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇനി ഞങ്ങൾ വെറുതെ ഒന്നും ഇവിടുന്ന് പോവില്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും റിട്ടേൺ കിട്ടിയാലേ ഞങ്ങൾ ഇവിടുന്ന് പോവുള്ളൂ. മതി, വേറെ ഒന്നും വേണ്ട. അതൊന്നല്ല, ഞങ്ങൾക്ക് രഞ്ജിന്റെ പാട്ട് കേട്ടാ മതി. ഇഷ്ടമുള്ള താരക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാ നമുക്ക് പഠിപ്പിക്കാം. അതെപ്പോഴും പാടി കേൾക്കുന്നതാണെങ്കിൽ നമുക്ക് വേറെ
ഓക്കെ. കരിനീല കണ്ണുള്ള പെണ്ണ്, മഴവില്ലിൻ ചിറകുള്ള പെണ്ണ്, കവിളിലോ കാക്കപ്പൂവിൻ മറുകുമായി വന്നോട്, കരിമുകിൽ ചേലായി മിന്നും മുടിമെടഞ്ഞിട്ടോട്, കണ്ണിനാൽ നെഞ്ചിനകത്തായി അന്നൊരിക്കലമ്പ് നെയ്തതെന്ന, കണ്ണിനാൽ നെഞ്ചിനകത്തായി അന്നൊരിക്കലമ്പു നെയ്തതെന്താണ്. താങ്ക് യു. ഇതാണ് താരയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള. ജോസഫിലെ താരക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള പാട്ട് ഇതായിരുന്നു. ഓക്കെ. ജോസഫ് എല്ലാ പാട്ടും ഈക്വലി പെർഫോം ചെയ്തു. എങ്കിലും താര ഭയങ്കരമായിട്ട് ഇത് ഗംഭീരമാക്കും, ഭയങ്കര ഹിറ്റ് ആയിരിക്കും എന്ന് പ്രതീക്ഷ. അതായത് പൂമുത്തോളെയൊക്കെ പോലെ. പക്ഷെ നമുക്ക് ഏറ്റവും ആദ്യം അടിച്ചത് പൂമുത്തോളയും പിന്നെ വിരുന്നാഥനെയും കണ്ടെത്താതവരും അങ്ങനെ. എന്തായാലും താരയുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന പോലെ ഇന്ത്യ മുഴുവൻ ഡിമാൻഡ് ചെയ്യണം വലിയൊരു മ്യൂസിക് ഡയറക്ടർ ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആഗ്രഹിക്കും, ഞങ്ങളും ഒക്കെ ആഗ്രഹിക്കുന്നു. രഞ്ജിന് ആ ഒരു ലെവലിലേക്ക് തന്നെ എത്തട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. നിങ്ങൾക്ക് 25 എല്ലാവിധ ബ്ലെസ്സിങ്ങും. ഓക്കെ, താങ്ക് യു. ഹാപ്പി ന്യൂ ഇയർ. ഇപ്പോ നമ്മൾ ന്യൂ ഇയർ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇപ്പൊ എത്തി വന്ന് നിൽക്കുന്നത് ദേ നിങ്ങൾ കണ്ടല്ലോ, നമ്മുടെ സ്വന്തം ദലീമ ചേച്ചിയുടെ അടുത്താണ്. അപ്പം ഹാപ്പി ന്യൂ ഇയർ. ഓ സെയിം ടു യു. താങ്ക് യു ചേച്ചി. പൊതുവെ ഇപ്പൊ ചേച്ചിനെ എല്ലാവർക്കും അറിയണമെന്ന് വെച്ചാല് എത്രയോ നല്ല ശബ്ദമാണ്, എത്രയോ വർഷങ്ങളായിട്ട് നമുക്ക് അറിയണ ഒരു സിംഗറാണ്. ദലീമ ചേച്ചി എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് എപ്പോഴും ആ ഒരു സംഗീതമയമാണ് എപ്പോഴും ഓടിയെത്തുന്നത്. പക്ഷെ ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് ചേച്ചി സജീവമായിട്ട് രാഷ്ട്രീയത്തിലും നമ്മുടെ നാട്ടുകാർക്കെല്ലാം വേണ്ട ഒരു വിളിപ്പുറത്ത് ഇവിടെ നമ്മുടെ തൊട്ടടുത്തായിട്ട് തന്നെ നമ്മുടെ സ്വന്തം വീട്ടിലെ ചേച്ചിനെ പോലെ ചേച്ചി MLA ആണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അങ്ങനെ ചേച്ചി രാഷ്ട്രീയത്തിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേച്ചി ഒരു സിംഗർ എന്നുള്ള സമയത്തും ഇപ്പൊ രാഷ്ട്രീയത്തിൽ വന്നു കഴിഞ്ഞപ്പോഴും ഈ ന്യൂ ഇയർ ഒക്കെ ഇത്തരത്തിലുള്ള ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെയാ ചേച്ചി അത് സെലിബ്രേറ്റ് ചെയ്യണതും അതിന്റെ? സോറി, കുഴപ്പമില്ല. നമ്മൾക്ക് ഇപ്പോൾ ആഘോഷങ്ങൾ എന്നും പറഞ്ഞ് നമ്മൾക്ക് ആഘോഷിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലല്ലോ. ഈ ജനങ്ങളുടെ ആഘോഷമാണ് നമ്മളുടെ ആഘോഷം. ഈ ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ എന്ത് ഫംഗ്ഷൻ ആണെങ്കിലും ജനങ്ങൾ എന്താഗ്രഹിക്കുന്നു അതാണ് ആഘോഷം. എന്നല്ല നമ്മളിപ്പോ തനതായ നമ്മളുടെ വീടുകളിൽ എന്ന് വെച്ച് കുടുംബ വീടുകളിലൊക്കെ ആ സമയത്തൊക്കെ ഒന്ന് പോകും. പക്ഷെ അത് നമുക്ക് ഉറച്ചവിടെ അങ്ങനെ നിന്ന് പഴയതുപോലെ അങ്ങനെ അത്രയും പറ്റാറില്ല. എങ്കിലും നമ്മള് കുടുംബാംഗങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു ആഘോഷമുണ്ട്. അതൊക്കെ ഉണ്ട് എന്തായാലും. പക്ഷെ എന്നാലും ഇപ്പോഴും എനി ടൈം ഈ പൊളിറ്റിക്സിലൊക്കെ ആകുമ്പോഴത്തേക്ക് നാട്ടുകാരുടെയൊക്കെ എന്തെങ്കിലും ആവശ്യം ഉണ്ടല്ലോ അപ്പൊ പെട്ടെന്ന് വിളിക്കുമല്ലോ എല്ലാവരും. അപ്പൊ ഇങ്ങനെ സന്തോഷത്തിന്റെ മൂഡിൽ നിൽക്കുന്ന സമയത്താണെങ്കിലും ചിലപ്പോ ഇതേപോലത്തെ ഒരു എമർജൻസി കോൾ വന്നാൽ ചേച്ചിക്ക് പെട്ടെന്ന് അങ്ങോട്ട് പ്രതികരിക്കണം. കാരണം രാത്രി 12 മണിക്ക് വരെ കോൾ വരും. എന്ന് വെച്ചാൽ ചിലപ്പോൾ ഹോസ്പിറ്റലായിരിക്കും, പെട്ടെന്ന് ആ രോഗിയെ അവിടെ എത്തിക്കേണ്ടതായിരിക്കും, അവർക്ക് പ്രത്യേക പെട്ടെന്ന് ചികിത്സ കിട്ടേണ്ടതായിരിക്കും. ഒക്കെ അങ്ങനെ വരുമ്പോ അവര് അപ്പൊ വിളിക്കുമ്പോ നമ്മള് ഫോൺ എടുക്കും. അപ്പൊ എന്ന് വെച്ചാൽ അതാണല്ലോ ജനപ്രതിനിധി. തീർച്ചയായിട്ടും. അതുകൊണ്ട് നമ്മൾക്ക് സ്വന്തമായിട്ടൊരു ജീവിതം, സ്വന്തമായിട്ട് എന്റെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ എന്റേതെന്നുള്ള ആ ലെവല് മാറി. ഇപ്പൊ നമ്മള് ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നപ്പോ എന്റേത് മനസ്സിലായില്ല. കാരണം നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് നല്ല പൈസ കിട്ടും, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ സ്വന്തമായിട്ട് നോക്കി നമ്മൾ മറ്റുള്ളവരുടെ കാര്യം നോക്കണ്ട. നമുക്ക് വല്ലപ്പോഴും നമ്മളുടെ വീട്ടിൽ വരുന്ന കുറച്ച് പാവപ്പെട്ടവന് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ അലിവുള്ളവർ ചിലപ്പോൾ സഹായിക്കും, അത്രയൊക്കെ ഉള്ളൂ. പക്ഷെ ഇതല്ല, ഇത് വ്യത്യാസമാണ്. നമ്മള് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നമ്മളുടെ ജീവിതം. അങ്ങനെയാണെങ്കിലോ ചേച്ചിയുടെ ദലീമ എന്നുള്ള പേര് പറയുമ്പോ തന്നെ എല്ലാവരുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്ന ഒരു പാട്ടുണ്ട്, മഞ്ഞുമാസ പക്ഷി. അതൊരു 2 പേര് പാടിത്തരോ ചേച്ചി? എല്ലാവരും പാടി അത് കേട്ട് മടുത്തതാണ്. എത്ര കേട്ടാലും ചേച്ചിയുടെ ശബ്ദത്തിൽ നിന്ന് അത് കേൾക്കുമ്പോ വീണ്ടും നമ്മൾ ഇങ്ങനെ ഇരുന്നു പോവും ഈ പുതുവർഷത്തിൽ. പുതുവർഷത്തിൽ മഞ്ഞുമാസ പക്ഷി മണിത്തൂവൽ കൂടുണ്ടോ, മൗനം പൂക്കും നെഞ്ചിൻ മുളം തണ്ടിൽ പാട്ടുണ്ടോ, എന്തിനീ ചുണ്ടിലെ ചെമ്പനീർ മലർ ചെണ്ടുകൾ വാടുന്നു, എന്നും ഈ മാമരച്ചായയിൽ മഴപ്പൂക്കളായി പെയ്യുന്നു, മഞ്ഞുമാസ
പക്ഷി. താങ്ക് യു ചേച്ചി. മക്കളൊക്കെ എന്ത് ചെയ്യണോ? മക്കള് രണ്ടുപേരാണ്. മൂത്താള് MA ലിറ്ററേച്ചറിന് പഠിക്കുന്നു. ആഹാ. ഇളയാള് ബിടെക് ഇപ്പൊ ലാസ്റ്റ് ഇയർ. ഏതാ ബ്രാഞ്ച്? ഏതാ ബിടെക്കിന്റെ ആള്? ബിടെക്കിൻ്റെത് ഇത് നമ്മുടെ മറ്റേ കമ്പ്യൂട്ടർ സയൻസ്. കമ്പ്യൂട്ടർ സയൻസ്. ഓക്കെ അതാണ്. ഓക്കെ. രണ്ടുപേരും അപ്പൊ ആ ലെവലിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂത്താള് പെൺകുട്ടി, ഇളയാള് ആൺകുട്ടി. ഓക്കെ. അപ്പൊ ഞാൻ കുട്ടികൾക്ക് പറ്റും. ഇനി അവരിപ്പോ ഇത്രയും വലിയ ക്ലാസ്സിലേക്ക് എത്തി, എന്നാലും ചേച്ചിയുടെ തന്നെ സിസ്റ്റേഴ്സും കുട്ടികളും ഫാമിലിയിൽ ഒരുപാട് കുട്ടികളുണ്ടല്ലോ. ഇത് ഇന്റർവെലിന്റെ ഒരു ഗിഫ്റ്റ് ആണ് ചേച്ചി. ഇന്റർവെൽ എന്ന് പറയുന്നത് ഓൺലൈൻ ട്യൂഷൻ സെന്റർ ആണ്. ഇവരുടെ ഒരു സ്കീം എന്ന് പറയുന്നത് തന്നെ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ, അങ്ങനെ 1-to-1 സെഷൻസ് ആണ് ഇവർ കൊടുക്കുന്നത്. ഓൺലൈൻ ആയിട്ടുള്ള ക്ലാസ്സസ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാ സബ്ജക്റ്റിനും ഉണ്ട്. 12th വരെയുള്ള ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് എല്ലാ സബ്ജക്റ്റിനും ഉള്ള ഒരു ട്യൂഷൻ ഇവർ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഓരോ കുട്ടികളുടെയും കാലിബർ എന്താന്ന് മനസ്സിലാക്കി ആ കുട്ടി ഏതിലാണോ വീക്ക്, സബ്ജക്റ്റിൽ എന്തിലാണോ വീക്ക് എന്ന് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചിട്ട് ഒരു പ്രോപ്പർ ട്രെയിനിങ് ആണ് ഇവർ കൊടുത്തോണ്ടിരിക്കുന്നത്. നല്ലൊരു ട്രെയിനിങ് ആണ് ഇവരുടെ. ഇതാണ് അവരുടെ ഗിഫ്റ്റ്. അപ്പോ ഇത് നല്ലൊരു ഗിഫ്റ്റ് ആണ് ചേച്ചിക്ക്. ഇതിനകത്ത് ഒരുപാട് സാധനങ്ങളുണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതെല്ലാം. അപ്പോൾ ആരെങ്കിലും ഫാമിലിയില് കുട്ടികൾ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് പറയുക. ഇന്റർവെലിന്റെ കോച്ചിങ് വളരെ നല്ല ഒരു കോച്ചിങ് ഇതാണ്. നമ്മൾ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ഒന്നാണ്. ഓക്കെ. അപ്പൊ അതൊരു ഗിഫ്റ്റ് ഉണ്ട് ചേച്ചിക്ക്. ഇനിയുണ്ട് ഗിഫ്റ്റ്, സൈഡിൽ വെക്കാം. പിന്നെ നമുക്ക് എല്ലാ ആഘോഷങ്ങൾക്കും നമുക്ക് എപ്പോഴും മധുരം നമ്മുടെ കൂടെയുള്ള ഒന്നാണ് അല്ലെ. എന്ത് ആഘോഷമായിക്കോട്ടെ, അത് കല്യാണമായിക്കോട്ടെ, ബർത്ത്ഡേ ഫംഗ്ഷൻസ് ആയിക്കോട്ടെ, എന്തിലും നമുക്ക് എപ്പോഴും മധുരം. അപ്പൊ ചേച്ചി മിൻലാൻഡിന്റെ നല്ലൊരു പ്രോഡക്റ്റ് ആണ് മിൻലാൻഡ് എന്ന് പറഞ്ഞ. മിൻലാൻഡ് അവരുടെ സ്പെഷ്യൽ ആണ്. അവര് ഭയങ്കര സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നതാണ്. കോക്കനട്ടിൽ ചെയ്തിരിക്കുന്നതാണ്. കോക്കനട്ടും നമ്മുടെ എള്ളും കൂടെ ചേർത്തിട്ടുള്ളതൊന്നാണ് ഇത്. പിന്നെ വീണ്ടും സമ്മാനം. ഇത് 2025 ഒരു കാലണ്ടർ ആണ്. ഇന്റർവെൽ ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റഡി സെന്റർ, ഓൺലൈൻ സ്റ്റഡി സെന്റർ, അവര് നൽകുന്ന നല്ലൊരു കാലണ്ടർ. അപ്പൊ ഇത്രയും സമ്മാനങ്ങളാണ് ചേച്ചിക്ക് ഞങ്ങൾ മൈൽസ്റ്റോണിന്റെ വക തന്നിട്ടുണ്ട്. നിങ്ങൾ ഇത്രയും വലിയ സമ്മാനമൊക്കെ ആയിട്ടാണ് നിങ്ങളുടെ വരവെന്നുള്ളതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. വെറുതെ കിട്ടുന്ന സമ്മാനമല്ലേ. സന്തോഷമുണ്ട്. ഓക്കെ ചേച്ചി. അപ്പൊ എല്ലാവിധ ആശംസകളും ചേച്ചിക്ക് നേരുന്നു. പ്രവർത്തനങ്ങളും കാര്യങ്ങളും പാട്ടും എല്ലാം വളരെ സജീവമായിട്ട് നല്ല രീതിയിൽ പോട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. ഹാപ്പി ന്യൂ ഇയർ ചേച്ചി. താങ്ക് യു. ഒരുപാട് നന്മകൾ ഉണ്ടാവട്ടെ. അനുഗ്രഹിക്കട്ടെ. മോളുടെ ചിരി പ്രകാശമായിട്ട് എല്ലാവരും പരക്കട്ടെ. എല്ലാത്തിലും വലുതാ നമുക്കത്. അതുള്ള അത്രയും കാലം നമ്മളെ ആർക്കും പരാജയപ്പെടുത്താൻ സാധിക്കില്ല. മനസ്സിലായി. നമ്മളുടെ ചിരി ഇല്ലാത്തൊരു സമയം എന്ന് പറയുമ്പോൾ നമ്മൾ പരാജിതരാകും. അപ്പൊ അത് എന്നും നിലനിൽക്കട്ടെ കേട്ടാ. ശരി. താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മള് ന്യൂ ഇയർ വിഷ് ചെയ്യാനായിട്ട് വീണ്ടും എത്തിയിരിക്കുന്നത് സജീഷിന്റെ അടുത്താണ്. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. യെസ്. എങ്ങനെയാണ് നിങ്ങളുടെ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്തത്? എവിടെയായിരുന്നു? ഞങ്ങള് വർഷങ്ങളായിട്ട് ഒരു ഗ്യാങ് ഉണ്ട് ഫ്രണ്ട്സിന്റെ. അപ്പൊ ഞങ്ങൾ ബാച്ചിലർ ഉള്ളപ്പോഴും ആ ഗ്യാങ്ങിന്റെ കൂടെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ എല്ലാരും കല്യാണം കഴിഞ്ഞപ്പോൾ ഫാമിലി ആയിട്ട് ഇപ്പൊ ഒരു ഗെറ്റ് ടുഗദർ എല്ലാ വർഷവും അങ്ങനെയാണ്. അപ്പൊ എവിടെ നിങ്ങൾ എല്ലാരും കൂടെ കൂടുന്നത്? ഫ്രണ്ട് ഫ്ലാറ്റ് ഉണ്ട് വാഴക്കാല. അവിടെയാണ് എല്ലാവരും കൂടുന്നത്. എല്ലാ കൊല്ലവും അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ. അങ്ങനെയില്ല, ഒരു പ്രാവശ്യം മാറി മാറി പോകും, പഠിക്കും. ഫ്രഷ് അവിടെ കൂടുന്നത്. ചെറിയ കൊച്ചുങ്ങളൊക്കെ ആയതുകൊണ്ട് കുറെ ആൾക്കാർക്ക് യാത്ര ചെയ്യുന്നില്ല. ഓക്കെ. അപ്പൊ ഫുൾ ഫാമിലി എല്ലാരും കൂടെ അവിടെ സെലിബ്രേറ്റ് ചെയ്യാണ്. നിങ്ങൾ ഫ്രണ്ട്സ് എല്ലാരും കൂടെ ഇരിക്കും. അത് എവിടെയാണെങ്കിലും അതൊരു പ്രത്യേക വൈബാണ്, ഒരു പ്രത്യേക രസമാണ് അല്ലേ. എന്താ പറയാ, പെട്ടെന്ന് ഫ്രണ്ട്സ് അല്ല, വർഷങ്ങളായിട്ട് 10-12 നിങ്ങൾ ഒരുമിച്ച് പഠിച്ചവരൊക്കെയാണോ? അല്ല, അതിന് ഏറ്റവും വലിയ രസം ഒരേ ആഗ്രഹങ്ങളായിട്ട് എറണാകുളത്ത് വന്ന ആൾക്കാരാണല്ലോ. പിന്നെ എല്ലാ സിനിമാക്കാരാണ്. ജോൺ കൈപ്പിള്ളി, അർജുൻ നന്ദകുമാർ, അങ്ങനെയുള്ള കുറെ ബെഞ്ച് ഓഫ് സിനിമ ഫ്രണ്ട്സ്. ഞങ്ങള് ഇവിടെ ശ്വാസിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് ബാച്ചിലർ ലൈഫില്. ഓക്കെ. ഇപ്പൊ എല്ലാരും പല സ്ഥലത്തേക്ക് സ്പ്ലിറ്റ് ആയി. എല്ലാവരും പല സ്ഥലത്തേക്ക്. ഇതിൽ ഞങ്ങൾ അറിയാവുന്ന വേറെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ? ഞങ്ങൾക്കും കൂടെ, ഐ മീൻ പൊതുജനങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും കൂടെ ഉണ്ടോ? ജോൺ കൈപ്പിള്ളി, പിന്നെ അർജുൻ നന്ദകുമാർ, അവരെന്താണ് മെയിൻ ആയിട്ട് സ്ട്രീമിലുള്ളത്. അരുൺ ചന്തു, ഗംഗനജർ ഡയറക്ടർ. ഓക്കെ. അപ്പൊ അങ്ങനെ പിന്നെ കുറച്ച് പ്രൊഡക്ഷൻ കാര്യങ്ങൾ വേറെ, ബാക്കി ടെക്നിക്കൽ സൈഡിലും ഇൻഡസ്ട്രി തന്നെ ഉള്ളവരാണ്. ഓക്കെ. അപ്പൊ ഫിലിം, അപ്പൊ നിങ്ങളുടെ കൂടുമ്പോ തീർച്ചയായിട്ടും സിനിമ തന്നെയായിരിക്കും മെയിൻ ഒരു ടോപ്പിക് അല്ലേ തന്നെ സംസാരിക്കുന്നുണ്ടാവുക. ഓക്കെ. മോളെ നമ്മളിപ്പോ കണ്ടു. മനസ്വി പ്രീ സ്കൂൾ ആണോ LKG സ്റ്റാർട്ട് ചെയ്ത് നഴ്സറിയിൽ പോയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ? ഒരാളേ ഉള്ളൂ. ഓക്കെ. അപ്പൊ മോള് വളർന്നു വരുമ്പോൾ അച്ഛന് പറഞ്ഞു കൊടുക്കാം നമുക്ക് ഇവിടെ കുറച്ച് നല്ല കാര്യങ്ങൾ. മോള് വളർന്നു വന്നു കഴിഞ്ഞാൽ KG മുതൽ 12th വരെയുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന ഇൻഡിവിജ്വൽ ഓൺലൈൻ ട്യൂഷൻ ആപ്പ് ആണ് ഇന്റർവെൽ എന്ന് പറയുന്നത്. അപ്പൊ ഇന്റർവെലിന്റെ വക നല്ലൊരു ഗിഫ്റ്റ് ഉണ്ട്. ഈ ഗിഫ്റ്റ് ഇപ്പൊ നമുക്ക് അച്ഛന് കറക്റ്റ് യൂസ്ഫുൾ ആവുന്ന ഒരു ഗിഫ്റ്റ് ആണ്.
നോക്കിക്കാൻ നല്ലൊരു കോർപ്പറേറ്റ് ഇത് കൊടുക്കണ പോലെ നൈസ് ഒരു ഡയറി, പെൻ, കീ ചെയിൻ, ഓപ്പണർ, നൈസ് ഒരു ഫ്ലാസ്ക് ബോട്ടിൽ. ഓപ്പൺ റെപ്പ് അത്യാവശ്യം പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ അല്ലെ, ഈ ഒരു ദിവസങ്ങളിൽ ആവശ്യം. ഇന്നലെ കിട്ടിയിരുന്നെങ്കിൽ വളരെയധികം നന്നായിരുന്നു. അതെ. ഇനിയുമുണ്ട് ഗിഫ്റ്റ്. ഇനിയും ഇന്റർവെലിന്റെ തന്നെയാണ്. ഇന്റർവെലിന്റെ തന്നെ ലേൺ, റിവൈസ്, റിലാക്സ്. ഇതൊക്കെ മോള് കുറച്ചും കൂടെ മോൾക്ക് ഉപകാരപ്രദമാവുന്ന കുറെ കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് സമയം പോലെ ഇതൊക്കെ ഇരുന്ന് വായിച്ച് ഇത് യൂസ് ചെയ്യാം. ഇല്ലേ തന്നെ ഫാമിലിയിലും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കുട്ടികളുണ്ടല്ലോ, അപ്പൊ അവർക്കൊക്കെ നിങ്ങൾക്ക് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അവരേക്കും സജസ്റ്റ് ചെയ്യാം. ആർക്കും ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ്. നല്ല ലേബൽ, സ്റ്റിക്കേഴ്സ് കുട്ടികൾക്ക് പറ്റിയത്. ഇതെല്ലാം ഇന്റർവെലിന്റെ ആണ്. പിന്നെ കാലണ്ടർ കിട്ടിയോ ഈ വർഷത്തെ? ഉണ്ട്. ഓക്കെ. അപ്പൊ നമ്മുടെ ഇന്റർവെലിന്റെ ഭാഗ 25ന്റെ ഒരു പുതിയ കാലണ്ടറും ഉണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെ ഇന്റർവെലിന്റെ ഗിഫ്റ്റ്സ് എല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത ഗിഫ്റ്റ് തരാം. ഈ ഗിഫ്റ്റ് അവിടെ വെച്ചാൽ എന്നാൽ അടുത്ത ഗിഫ്റ്റ് വാങ്ങിക്കാൻ പറ്റും. അടിപൊളിയായി. അതെ, യെസ്. മൈൽ സ്റ്റോണിന്റെ ഭാഗ മറ്റൊരു നല്ലൊരു ഗിഫ്റ്റ് ആണ്, ന്യൂ ഇയർ ഗിഫ്റ്റ്. ഇനിയുമുണ്ട്. ഇനിയും വീണ്ടും നമ്മൾ മധുരം കൊടുക്കാൻ പോവാണ്. മിൻലാൻഡ് സ്വീറ്റ്സ്, മിൻലാൻഡ് ഡെസേർട്സ്. അതെ, മനസ്വി മോളെ വിളിച്ചാ വരുവോ? അവള് ചോക്ലേറ്റ് ചോക്ലേറ്റ് വേണോ? ചോക്ലേറ്റ് എന്ന് പറഞ്ഞ് ഇത് ആക്ച്വലി മിൻലാൻഡ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു അവരുടെ ഡേറ്റ് കോക്കനട്ട് ബാർ എന്ന് പറഞ്ഞ് നമ്മുടെ ഇവിടെ ഇപ്പൊ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒന്നാണ്. ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ബാറാണ്, നല്ലൊരു സ്നാക്കാണ്. ഇവര് പുറത്തൊക്കെ ഇതിന്റെ ഡേറ്റ്സ് ബാർ ആക്ച്വലി നേരത്തെ ഉള്ളതാണ്. അപ്പൊ ഇപ്പോഴാണ് ഇത് ഡേറ്റ്സും കോക്കനട്ടും മിക്സ് ചെയ്ത് വന്നിരിക്കുന്ന ഇവരുടെ ഒരു ഫുഡ് പ്രോഡക്ട്സ്. ഇത് മാത്രമല്ല, ഇവർക്ക് കോക്കനട്ട് ബേസ് ചെയ്തിട്ട് നമ്മുടെ എള്ളുണ്ട പോലെ ഇരിക്കുന്ന അതൊക്കെ മാർക്കറ്റ്സിൽ അവൈലബിൾ ആണ്. ഇവരുടെ കോക്കനട്ടിലും സെസമി, കോക്കനട്ട് പീനട്ട്, പ്ലെയിൻ കോക്കനട്ട്, അങ്ങനെയുള്ള പല വെറൈറ്റി ഫുഡ് പ്രോഡക്ട്സ് ഇവർക്കുണ്ട്. എല്ലാം ഇങ്ങനെ ഒരു സ്വീറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇവരുടെ. ഇപ്പൊ ഇവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഇത്. അപ്പൊ ഇതൊന്ന് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് മനസ്സിലേക്ക് തരട്ടെ? കഴിക്കോ? ഞാൻ കൊടുത്താൽ കഴിക്കോ? എന്നാ മനസ്സിക്ക് ആദ്യം ഇത് 2 തരാം. ഹായ്, അവൾ സ്റ്റക്കായിട്ട് നിൽക്കുക. ഇതിനി ഇതൊന്ന് കഴിച്ചു നോക്ക്. മോൾക്ക് ഇഷ്ടമായോന്ന്? ഡേറ്റ് കോക്കനട്ട് ബാർ ആണ്. കഴിച്ചു നോക്ക്. യേ, ഗുഡ് ഗേൾ. ഇനി നമുക്ക് സജഷൻ നോക്കാം. ഹാപ്പി ന്യൂ ഇയർ. യെസ്, ഇഷ്ടപ്പെട്ടോ? ഇഷ്ടായി? അപ്പൊ മോള് കഴിച്ചോ കേട്ടോ? യെസ്. അപ്പോ അങ്ങനെ എല്ലാവിധ ആശംസകളും നമുക്ക് നേരാം. മൂവി ബാക്ക് ടു ബാക്ക് ഈ വർഷം വരാൻ പോകുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. ചന്ദ്രകാന്തം സീരിയൽ നടന്നുകൊണ്ടേയിരിക്കുന്നു. എല്ലാം നല്ല രീതിയിൽ തന്നെ പോട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഹാപ്പി ന്യൂ ഇയർ, എൻജോയ് ചെയ്യുക. യെസ്, കാണാം കേട്ടോ. എല്ലാ പ്രേക്ഷകർക്കും ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും അടിപൊളി വർഷമാവട്ടെ. താങ്ക് യു. So happy new year. പറഞ്ഞല്ലോ. Okay.